ഇന്ന് നമുക്കൊരു സയൻസ് ക്ലാസ് ആയാലോ? എല്ലാവർക്കും സയൻസ് വിഷയം ഇഷ്ടമല്ലേ? ശരി. അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിക്കുവാൻ പോകുന്നത് ക്ലാസ് 5 ബേസിക് സയൻസ് യൂണിറ്റ് 1 നോ ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയ പാഠഭാഗമാണ്. ഓക്കെ, എല്ലാവരുടെ വീട്ടിനും ചുറ്റിനും ഇഷ്ടംപോലെ ചെടികളും മരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ഈ ചെടികളെയും മരങ്ങളെയൊക്കെ നിരീക്ഷിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല അല്ലേ? ശ്രദ്ധിച്ചാൽ വളരെ നല്ലത്. ശ്രദ്ധിക്കാത്തവർ ഇന്ന് തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ചുറ്റുപാടുമുള്ള ചെടികളെയും മരങ്ങളെയും ജീവജാലങ്ങളെയും ജന്തുക്കളെയും എല്ലാം ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞു മണ്ണിരയാണെങ്കിൽ പോലും അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് നീങ്ങുന്നതും അതിൻ്റെ രീതികളും ഒക്കെ ഒന്ന് കണ്ടുവെക്കുക. നമുക്ക് ഇപ്പോൾ അത് പ്രയോജനമില്ലെങ്കിലും നമുക്ക് സയൻസ് എന്ന വിഷയം പഠിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അത് പ്രയോജനപ്പെടും. നമുക്ക് ഇന്ന് നമ്മളുടെ സയൻസ് ക്ലാസ് തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ സസ്യങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എനിക്ക് സസ്യങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ? അവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന രീതി. എത്ര മനോഹരമാണ് അല്ലേ? എന്തോരം അധ്വാനമാണ് അവരുടെ, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു, എല്ലാവർക്കും പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു അല്ലേ? മനുഷ്യർക്കായാലും ജീവജാലങ്ങൾക്കായാലും പല രീതിയിലുള്ള സഹായം സസ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളെ ആശ്രയിക്കുന്നു ഈ ആഹാരത്തിന് വേണ്ടി അല്ലേ? സോ ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ their own food and animals depend on green plants for their food. Okay, among this there are some group of plants which depend on other green plants for their food or shelter or water or minerals. അതായത് നമ്മുടെ സസ്യങ്ങളിൽ വേറെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെന്താ ചെയ്യുക? അവര് ഫുഡ് ഉണ്ടാക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവര് വേറെ ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് അവരിൽ നിന്നും സ്വീകരിക്കും. Okay, so one group of plants do not prepare their food. And what do? They depend on other plants. For their food, water, minerals, etc. Okay, now we'll go to the next group of plants. The next group of plants is that they prepare their own food. They prepare food but depend on other plants for shelter. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഷെൽട്ടർ. എന്താണ് ഷെൽട്ടർ? വാട്ട് ഡു യു മീൻ ബൈ ഷെൽട്ടർ? ഇരിപ്പിടം, താമസ സൗകര്യം. ഓക്കെ, അപ്പോൾ there are two group of plants. What we are going to study today is about two group of plants. One group of plants do not prepare food and they depend on other plants for their food, water, minerals, etc. And you have another group of plants which prepare their own food but they depend on other plants for shelter. നല്ല രസമല്ലേ കേൾക്കാൻ? ചില പ്ലാന്റ്സ് സ്വന്തമായിട്ട് അധ്വാനിച്ചു ആഹാരം ഉണ്ടാക്കുന്നു. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നു. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ മറ്റു ചെടികളെ അല്ലെങ്കിൽ വൃക്ഷങ്ങളെ അവർ ആശ്രയിക്കുന്നു. എന്തിനു വേണ്ടി? അവയുടെ ഷെൽട്ടറിന് വേണ്ടി, ഇരിപ്പിടത്തിന് വേണ്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കാം. അപ്പം നല്ലപോലെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ കുട്ടികളെ, നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ സസ്യം. ചിത്രത്തിൽ നോക്കിക്കോളൂ. നമുക്ക് എന്താ കാണാവുന്നത്? ഒരു മാവാണ്. മാവിൽ എന്താണ് വളർന്നു നിൽക്കുന്നത്? മരവാഴകൾ അല്ലേ? അല്ലെങ്കിൽ വാൻഡ. മരവാഴ അല്ലെങ്കിൽ വാൻഡ. മാവ് ആരാണിതിൽ? ആതിഥേയനാണ് അല്ലേ? വാൻഡ അതിഥിയും. ദാറ്റ് മീൻസ് മാംഗോ ട്രീ ഈസ് കോൾഡ് ആസ് ദ ഹോസ്റ്റ് പ്ലാന്റ്, ആതിഥേയൻ, ആൻഡ് വാൻഡ ഈസ് ദ ഗസ്റ്റ് അല്ലെങ്കിൽ അതിഥി. Now, vanda grows on the mango tree only for shelter.
ഇരിപ്പിടത്തിന് വേണ്ടി മാത്രമാണ് മരവാഴ അല്ലെങ്കിൽ വാൻഡ മാവിനെ ആശ്രയിക്കുന്നത്. വാൻഡ പ്രിപ്പയർസ് ഇറ്റ്സ് ഓൺ ഫുഡ് മെറ്റീരിയൽ. ഓക്കെ, വാൻഡ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. Vanda has specialized roots, thick, long roots for the absorption of water or moisture from the atmosphere. വാൻഡയ്ക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? അവയുടെ തടിച്ച വേരുകൾ. അപ്പൊ തടിച്ച വേരുകൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം അല്ലെങ്കിൽ വെള്ളം വലിച്ചെടുക്കുന്നു. അതുവഴി അവയുടെ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നു. മനസ്സിലായല്ലോ? ഇവയുടെ സാന്നിധ്യം അവ വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്നില്ല. That means Vanda does not cause any harm to the host plant or the mango tree. And so they can live or grow without soil. അതായത് അവയുടെ തടിച്ച വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് ഇലകളിൽ വെച്ച് സ്വയം ആഹാരം നിർമ്മിക്കുന്നു എന്നതിനാൽ അവയ്ക്ക് മണ്ണില്ലെങ്കിലും വളരുവാൻ സാധ്യമാണ്. ഇനി വൻവൃക്ഷങ്ങളിൽ, ഇത് മാവിൽ മാത്രമല്ല കേട്ടോ കാണുന്നത്, പല വൻവൃക്ഷങ്ങളിലും നമുക്കിത് കാണാനാവും. റെയിൻ ട്രീ എന്നൊരു മരമുണ്ട്. നമ്മൾ പറയും ഉറക്കം തൂങ്ങി മരം. അത് സന്ധ്യയാകുമ്പോഴേക്കും അതിൻ്റെ ഇലകൾ അടഞ്ഞു വരും. സൂര്യൻ ഉദിച്ചു വരുമ്പോഴേക്കും അത് തുറന്നു വരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചാൽ മതി. വലിയ വൻമരം മിക്ക നമ്മുടെ റോഡുകളിലും എല്ലാം ഹൈവേയിലും എല്ലാം ഈ മരങ്ങൾ കാണാനാകും. ആ മരങ്ങളിലും വൻവൃക്ഷങ്ങളിലും ഈ വാൻഡേനെ നമ്മൾക്ക് കാണാനാകും. ഓക്കെ, അപ്പൊ വാൻഡേനെ പറ്റി പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. See, Vanda is a green plant that grows on a mango tree only for shelter. It prepares its own food with the help of moisture or water absorbed from the atmosphere using its thick long roots. Can you see this thick long roots? These are the thick long roots. Okay, and they do not cause any harm to the host plant or the mango tree. And they can live or grow without soil. So Vanda is one example of an epiphyte. So what do you mean by an epiphyte? See, epiphytes are plants that grow on other plants only for shelter. They do not harm the host plant. Okay? നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഈ ചെടിയെ പറ്റി അറിയാമോ? ഓർക്കിഡ് ആണ്. ഈ ചെടിയുടെ പ്രത്യേകത നോക്കിക്കോളൂ കേട്ടോ. ഇത് വളർന്നത് മരത്തിലുള്ള ഒരു PVC പൈപ്പിലാണ് ഇതിനെ വളർത്തിയിരിക്കുന്നത്. കയറ് കൊണ്ട് ചുറ്റിയിട്ടാണ് ഇതിനെ വളർത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഓഫ് ആൻ എപ്പിഫൈറ്റ്. ഇറ്റ് ക്യാൻ ഗ്രോ വിത്തൗട്ട് സോയിൽ. ഹിയർ ഇറ്റ് ഇസ് ഗ്രോൺ ഓൺ എ PVC pipe on which coir which is circled around the pipe. Shall we see the video? See, the leaves are green in color and they have thick long roots for the absorption of water or moisture from the atmosphere to prepare their food materials. I will show you one more video, okay, to show you the thick long roots. See, it's grown on a PVC pipe. See the roots? See the thick roots which help to absorb the moisture from the atmosphere. Kando, kattiyulla tadicha verugal. So children, shall we summarize all the points? Okay, so epiphytes. We studied about epiphytes. The example what we studied was Vanda living on mango tree. So mango tree is called as the host plant. So epiphytes are green plants that grow on other plants only for shelter. They grow only for shelter. They do not depend on the host plant for food, water and minerals. Okay, they do not depend on the host plant for food, water and minerals. Now, food, they prepare on their own. Vanda prepares its own food materials. Now, water and moisture, it absorbs water and moisture from the atmosphere using its thick long roots. Okay, now what about minerals? Minerals, they get it from the bark of the tree. Okay, mango tree. Now, they can grow without soil.
since they have roots which can specialized roots, thick roots, they can absorb water from the atmosphere, so or moisture from the atmosphere, and so hence they can live or grow without soil. They do not cause any harm to the host plant. Since they live or depend on the mango tree only for shelter, they do not cause any harm to the host plant. Now, two more examples what we have to study is Drymoglossum. It's called as Seedathali in Malayalam. So Drymoglossum and Bulbophyllum. So epiphytes are plants that depend on other plants only for shelter. Is that clear? Okay. എപ്പിഫൈറ്റ്സുകളെ കുറിച്ച് പഠിപ്പിച്ചതെല്ലാം നന്നായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന സസ്യങ്ങൾ എങ്ങനത്തെയാണെന്ന് വെച്ചാൽ അവ മറ്റു സസ്യങ്ങളിൽ വളരും. എന്നിട്ട് അവയിൽ നിന്നും, അതായത് ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ആഹാരം, വെള്ളം, ലവണങ്ങൾ എല്ലാം വലിച്ചെടുത്ത് വളരും. Okay, so now we are going to study about a new group of plants. Okay, certain plants grow on other plants and absorb food, water and minerals from the host plant. So they are going to cause harm to the host plant. അപ്പോൾ കുട്ടികളെ, നമുക്ക് അടുത്ത സസ്യത്തിലേക്ക് പോകാം. ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ രണ്ട് തരം സസ്യങ്ങളെ നമുക്ക് കാണാം. ഓക്കെ, ഒരു സസ്യത്തിന് ഇലകളുണ്ട് അല്ലേ, പച്ച ഇലകളുള്ള ഒരു സസ്യം. മറ്റൊന്ന് വള്ളികളായി കാണപ്പെടുന്നുണ്ട് അല്ലേ. ആ വള്ളികളുടെ നിറം എന്താണ്? മഞ്ഞ കലർന്ന് ഇളം പച്ച നിറമുള്ള വള്ളി അല്ലേ. അതുകൂടാതെ തന്നെ പച്ച നിറത്തിലുള്ള ഇലകളും കാണാം. അപ്പോൾ ഇതിലെ ആതിഥേയ സസ്യം ഏതാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ശ്രദ്ധിച്ചോളൂ. ഇതാണ് നമ്മളുടെ ആതിഥേയ സസ്യം. ഈ പച്ച നിറം കണ്ടോ? ഇത് കണ്ടോ? ഈ പച്ച ഇലകളെല്ലാം കണ്ടോ? ഇതാണ് നമ്മളുടെ ആതിഥേയ സസ്യം. ഇനി ഇതിൽ ഏതാണ് നമ്മളുടെ അതിഥി? ഇത് കണ്ടോ? മഞ്ഞ കലർന്ന് ഇളം പച്ച നിറമുള്ള വള്ളി കണ്ടോ? So the next plant what we are going to study is called as Cascuta. എന്താണ് പേര്? Cascuta. Okay. Now, Cascuta depends on the host plant completely for its food. Where is Cascuta now in this picture? എവിടെയാണ് Cascuta? Light yellow, green, intertwining stem climber. This spreads over the plant. നമ്മുടെ ആതിഥേയ സസ്യത്തിലേക്ക് ഇത് പടർന്നു കയറുകയാണ്. Cascuta does not have any leaves, so they cannot prepare any food materials. So what do? They completely depend on the host plant for their food. So Cascuta has specialized roots called hostoria or sucking roots which penetrate deep into the host plant and absorb food from the host plant. Cascutയുടെ മലയാളം പേര് അറിയാമോ? മൂടില്ലാത്താളി. അപ്പം മൂടില്ലാത്താളിക്ക് എങ്ങനെയാണ് ആഹാരം കിട്ടുന്നത്? അവയ്ക്ക് സ്വയമായി ആഹാരം നിർമ്മിക്കുവാൻ പറ്റില്ല. കാരണം ഇലകളില്ല അവയ്ക്ക്, വള്ളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? ഇവയ്ക്ക് ആഹാരം നിർമ്മിക്കില്ല. പകരം ഇവ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ദോഷകരമായി മാറുന്നുണ്ടോ? തീർച്ചയായും ആതിഥേയ സസ്യത്തിന് മൂടില്ലാത്താളി ദോഷകരമായി തന്നെയാണ് തീരുന്നത് അല്ലേ. സോ Cascuta harms the host plant. Cascuta is called as a parasitic plant. Now, one more example we will see. This is Rafflesia. Now, what type of parasites are Rafflesia and Cascuta? What type of parasites? They are called as total parasite. Okay, കൂട്ടുകാരെ, നമുക്ക് അടുത്ത സസ്യത്തിലേക്ക് പോവാം. ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഒരു മാവാണ്. മാവിന്റെ കൊമ്പിൽ ഒരു ചെടി വളരുന്നുണ്ട്. ഇത്തിൽക്കണ്ണി എന്നാണ് അതിന്റെ പേര്. ലൊറാന്തസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓക്കെ, സോ ലൊറാന്തസ് ഇസ് ഗ്രോയിങ് ഓൺ എ മാംഗോ ട്രീ. Mango tree is called as the host plant. Okay, and Loranthus is the guest. അപ്പോൾ നമ്മുടെ മാവാണ് ആതിഥേയ സസ്യം. ഓക്കെ, അപ്പോൾ ഇത് is a mango tree and you can see Loranthus growing on mango tree. ഈ ഇളം പച്ച കളറുള്ള ചെടി കണ്ടോ? ഇതാണ് ഇത്തിൽക്കണ്ണി. See,
It's having green leaves, so it can prepare its own food, but it requires water and minerals for preparing its food. So how do they prepare their food? They have specialized roots called hostoria or sucking roots, which help loranthus to absorb water and minerals from the stem of the mango tree. മനസ്സിലായോ? അവയ്ക്ക് അവയുടെ പ്രത്യേകതരം വേരുകൾ ഉപയോഗിച്ച് മാവിൽ നിന്നും വെള്ളവും ലവണങ്ങളും വലിച്ചെടുക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഇത്തിൽക്കണ്ണി ചെടി എന്ത് ചെയ്യുന്നു? അവയുടെ ആഹാരം നിർമ്മിക്കുന്നു. പക്ഷേ ഇത് ദോഷം ചെയ്യുമോ? തീർച്ചയായും മാവിന് ദോഷമാണ്. സോ ലോറാന്തസ് is an example of a parasite, but strictly a semi-parasite. Parasitic plants. So parasitic plants are plants that grow on other plants and absorb food, water and minerals from the host plant. Okay, now they cause harm to the host plant. Two types of parasites: total parasites and semi-parasites. Now total parasites, they completely depend on the host plant for food. Example: Cascuta, Rafflesia and sandal tree. Now semi-parasites, they prepare their food on their own by photosynthesis, but depend on the host plant for water and minerals. Example: Loranthus on mango tree. Whether it is a total parasite or a semi-parasite, both these plants harm the host plant. Cascuta is a total parasite. It's having special roots called hostoria or sucking roots. It depends on host plant directly for food. It depends directly on host plant for food. Now, Loranthus, it's a semi-parasite. It's having special roots for absorbing water and minerals. It prepares its own food by photosynthesis. Children, we have discussed in detail about epiphytes and parasites. Under parasites, we discussed about total parasites and semi-parasites with all the examples. Okay, കുട്ടികളെ, അപ്പം എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമ്മളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള കമൻസും സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തുക. സോ ഗുഡ് ഡേ ചിൽഡ്രൻ, ബ്രേക്ക് ദ ചെയിൻ. Keep social distancing, wash your hands frequently, and stay safe. Thank you.